നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എപ്പോഴാണെന്നോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക്, അതായത് പെട്ടെന്നൊരു മാറ്റത്തെ നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാനുള്ളൊരു ടെൻഷൻ, ഒരു വിഷമം, അതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറയുന്നൊരു ബുക്കാണ്, അതിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന് ഡോക്ടർ സ്പെൻസർ ജോൺസൺ എഴുതിയ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആട്ടോ ഈ ഒരു വീഡിയോയിൽ. ഇതൊരു സൈക്കോളജി ലെവൽ ഷോർട്ട് സ്റ്റോറി ആട്ടോ. ഇതിൽ 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അവർ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ, അതായത് അവർക്ക് ഒരുപാടായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചീസ് ഇതിനകത്തൊരു മെറ്റഫറാണ്. ചീസ് അതായത് നമ്മളുടെ സക്സസ്സോ, നമ്മളുടെ ബിസിനസ്സോ, മണിയോ, റിലേഷൻഷിപ്പോ എന്തോ ആവാം. അപ്പോൾ അതുപോലെ അവർക്ക് വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ചീസ് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാവുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനോട് ഈ 4 പേരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി. ഈ ഒരു ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാട്ടോ. അതിൽ ഫസ്റ്റ് വൺ, ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. നമ്മളുടെ ബിസിനസ്സിലായാലും നമ്മളുടെ ജീവിതത്തിലായാലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർഡ് ഫോർ ദ വേസ്റ്റ്. സെക്കൻഡ് വൺ, ലെറ്റ് ഗോ ഫിയർ. ഭയത്തെ അതിജീവിക്കുക. എനിക്ക് മാറ്റങ്ങളൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരുന്നാൽ നഷ്ടങ്ങൾ സംഭവിക്കുക നമുക്ക് തന്നെയായിരിക്കും. മാറ്റങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം. പഴയത് പോയാലേ പുതിയത് വരൂ. തേർഡ് വൺ, എൻജോയ് ദ ന്യൂ ചേഞ്ച്. പുതിയ മാറ്റം ഏതാണെങ്കിലും അതിനെ ആസ്വദിക്കുക, അതുമായിട്ട് പൊരുത്തപ്പെടുക. അതായത് ഓരോ മാറ്റവും പുതിയ തുടക്കമായി കണ്ടുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക, എന്നാലേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിലെ ക്യാരക്ടറായ ഹെമ്മിനെ പോലെ പഴയ കാര്യങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് സ്ഥിരമായിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കണോ, അതോ ഹോയെ പോലെ പേടിയുണ്ടെങ്കിലും പുതിയ മാറ്റവുമായി പൊരുത്തപ്പെട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണോ, അത് നമ്മളായിട്ടോ തീരുമാനിക്കേണ്ടത്. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിന് കരുത്ത് പകരാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബുക്ക് ലവറായ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനോ റിലേറ്റീവിനോ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇനിയും ഏത് ബുക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ് സജസ്റ്റ് ചെയ്യാൻ, എനിക്കും വ്യൂവേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബുക്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ പേജ് ഫോളോ ചെയ്തോളൂ. എപ്പിസോഡ് 3 വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.